വുഡ്സ് ഡിസ്പാച്ച് ഇൻ 1854 ഇന്ത്യൻ എഡ്യൂക്കേഷനിലെ ഒരു മൈൽ സ്റ്റോൺ എന്ന് വേണമെങ്കിൽ നമുക്ക് വുഡ്സ് ഡിസ്പാച്ചിനെ പറയാം. 1854 ഈ റിപ്പോർട്ട് രൂപീകരിച്ചിട്ടുള്ളത്. സർ ചാൾസ് വുഡാണ് ഈ റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് അതിനെ വുഡ്സ് ഡിസ്പാച്ച് എന്ന് പറയാൻ കാരണം. അത് 1854 ഈ റിപ്പോർട്ട് പ്രസൻറ്റ് ചെയ്തത്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മുന്നിലാണ് ഈ റിപ്പോർട്ട് പ്രസൻറ്റ് ചെയ്തത്. ഇതിൻ്റെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഡെവലപ്പ് എ സിസ്റ്റമാറ്റിക് എഡ്യൂക്കേഷണൽ പോളിസി ഫോർ ഇന്ത്യ. ഒരു ഇന്ത്യയുടെ ക്രമമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ നയം, അതായത് ഒരു പോളിസി രൂപീകരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതേപോലെ ലൈഡ് ദ ഫൗണ്ടേഷൻ ഓഫ് മോഡേൺ ഇന്ത്യൻ എഡ്യൂക്കേഷൻ, അതായത് മോഡേൺ ഇന്ത്യൻ എഡ്യൂക്കേഷനെ എങ്ങനെ ഫൗണ്ട് ചെയ്യാം, അതായത് പറയുന്ന ആധുനിക ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ അടിത്തറ എങ്ങനെ രൂപീകരിക്കാം എന്നുള്ളതും ഈ വുഡ്സ് ഡിസ്പാച്ച് പറയുന്നുണ്ട്. ഇനി ഒബ്ജക്റ്റീവ്സ് ഓഫ് വുഡ്സ് ഡിസ്പാച്ച്: ഒന്ന്, സ്പ്രെഡ് ഓഫ് വെസ്റ്റേൺ നോളജ് ആൻഡ് കൾച്ചർ, അതായത് വെസ്റ്റേൺ നോളജും കൾച്ചറൊക്കെ എങ്ങനെ സ്പ്രെഡ് ചെയ്യാന്നുള്ളത് ഒരു വുഡ്സ് ഡിസ്പാച്ചിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്സ് ആണ്. ക്രിയേഷൻ ഓഫ് എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ് ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റ്, അതായത് ഓരോ ജോലിക്കും ഓരോ ഭരണസ്ഥാനങ്ങൾക്കായിട്ട് വിദ്യാഭ്യാസമുള്ള ഇന്ത്യരായ വ്യക്തികളെ സൃഷ്ടിക്കുക എന്നുള്ളതും കൂടി ഇതിൻ്റെ വേറൊരു ഒബ്ജക്റ്റീവാണ്. ഇനി മോറൽ ആൻഡ് ഇൻ്റലക്ച്വൽ അപ്ലിഫ്റ്റ്മെൻറ്റ് ഓഫ് ഇന്ത്യൻസ്, ഇന്ത്യക്കാരുടെ മോറലായിട്ടുള്ള ഇൻ്റലക്ച്വലായിട്ടുള്ള അപ്ലിഫ്റ്റ്മെൻറ്റ് എങ്ങനെയാണ് എന്നുള്ളതും അത് എത്രത്തോളം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതും വുഡ്സ് ഡിസ്പാച്ച് പറയുന്നുണ്ട്. ഡെവലപ്മെൻറ്റ് ഓഫ് വൊക്കേഷണൽ ആൻഡ് പ്രാക്ടിക്കൽ സ്കിൽസ്, അതായത് ഒരു വ്യക്തിയുടെ തൊഴിൽപരമായിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള സ്കില്ലുകൾ എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നുള്ളതൊക്കെ വുഡ്സ് ഡിസ്പാച്ച് പറയുന്നുണ്ട്. പ്രൊമോഷൻ ഓഫ് ഇംഗ്ലീഷ് ആൻഡ് ഇന്ത്യൻ ലാംഗ്വേജ്, അതായത് ഇംഗ്ലീഷിനും അതേപോലെ ഇന്ത്യൻ ലാംഗ്വേജും എങ്ങനെയൊക്കെ പ്രൊമോട്ട് ചെയ്യാം എന്നുള്ളത് വുഡ്സ് ഡിസ്പാച്ചിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. ഇനി കോഴ്സ് ഓഫ് സ്റ്റഡി: സംസ്കൃതം, അറബിക്, പേർഷ്യൻ, ഇതിൻ്റെ ഒക്കെ ലേണിങ് എൻകറേജ് ചെയ്യുക എന്നുള്ളത് വുഡ്സ് ഡിസ്പാച്ച് പറയുന്നുണ്ട്. അതേപോലെ പ്രൊമോട്ടഡ് വെസ്റ്റേൺ നോളജ് ത്രൂ മോഡേൺ സബ്ജക്റ്റ്, അതായത് വെസ്റ്റേൺ നോളജിലൂടെ മോഡേൺ സബ്ജക്റ്റ് പ്രൊമോട്ട് ചെയ്യണത് എങ്ങനെയാണെന്ന് വുഡ്സ് ഡിസ്പാച്ച് പറയുന്നുണ്ട്. മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷനിൽ വരുന്നത് ഇംഗ്ലീഷ് ആസ് ദ മെയിൻ മീഡിയം, ഇംഗ്ലീഷാണ് മെയിൻ മീഡിയം. ഇന്ത്യൻ ലാംഗ്വേജസ് യൂസ്ഡ് അറ്റ് പ്രൈമറി ലെവൽ, അതായത് പ്രൈമറി ലെവലിലാണ് ഇന്ത്യൻ ലാംഗ്വേജസ് യൂസ് ചെയ്യണത്. ഇതിൻ്റെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻസ് ബിറ്റ്വീൻ യൂറോപ്യൻ ആൻഡ് ലോക്കൽ എഡ്യൂക്കേഷൻ, യൂറോപ്യനും ലോക്കൽ എഡ്യൂക്കേഷനും കൂടി ബാലൻസ് ചെയ്ത് എങ്ങനെ കൊണ്ടുപോകാമെന്നുള്ളതാണ് ഇതിൻ്റെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ DPI എ ന്യൂ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഈച്ച് പ്രൊവിൻസ്, അതായത് ഓരോ പ്രൊവിൻസിലും ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഡയറക്ടർ ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ, ഡയറക്ടർ ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ ആണ് DPI എന്നുള്ളതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അതാണ് അതിൻ്റെ ഹെഡ്. ആനുവൽ റിപ്പോർട്ട് സിസ്റ്റം ഈസ് ഇൻട്രൊഡ്യൂസ്ഡ്, അതായത് ലാസ്റ്റ് ഒരു ആനുവൽ റിപ്പോർട്ട് സിസ്റ്റം ഉണ്ടാവും ഇതിന്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് യൂണിവേഴ്സിറ്റീസ് അറ്റ് കൽക്കട്ട, ബോംബെ ആൻഡ് മദ്രാസ്, അതായത് കൊൽക്കത്ത, ബോംബെ, മദ്രാസ് ഒക്കെ എന്ത് ചെയ്തു, ഇതിൻ്റെ വുഡ്സ് ഡിസ്പാച്ചിൻ്റെ ബേസിലാണ് അവിടെ യൂണിവേഴ്സിറ്റീസ് രൂപീകരിച്ചത്. മോഡൽഡ് ആഫ്റ്റർ ലണ്ടൻ യൂണിവേഴ്സിറ്റി, ലണ്ടൻ സർവകലാശാലയുടെ മോഡലിലാണ് എന്ത് ചെയ്തത് ഇവിടെ യൂണിവേഴ്സിറ്റീസ് രൂപീകരിച്ചത്. ഡിഗ്രീസ് ഇൻ ആർട്സ്, സയൻസ്, ലോ, എൻജിനീയറിംഗ് ആൻഡ് ലാംഗ്വേജസ്, ഡിഗ്രീസ് ഏതിലൊക്കെയാണ് വരുന്നത്? ആർട്സ്, സയൻസ്, ലോ, എൻജിനീയറിംഗ് ആൻഡ് ലാംഗ്വേജസിലൊക്കെയാണ് ഡിഗ്രീസ് വരുന്നത്.
ഇനി അതർ റെക്കമെൻഡേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈസ്കൂളിൽ ഇംഗ്ലീഷ് ആൻഡ് വെർണിക്കുലർ മീഡിയം, അതായത് ഹൈസ്കൂളിൽ ഇംഗ്ലീഷും ഉണ്ടാവണം, അതേപോലെ വെർണാക്കുലർ മീഡിയം ഉണ്ടാവണം. പിന്നെ സ്കോളർഷിപ്സ് ഫോർ ടാലൻറ്റഡ് സ്റ്റുഡൻസ്, അതേപോലെ ഗ്രാൻഡ് ഇൻ എയ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പ്രൈവറ്റായിട്ടുള്ള സ്കൂളുകൾക്കില്ലേ ഫിനാൻഷ്യലായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഗ്രാൻഡ് ഇൻ എയ്ഡ് സിസ്റ്റത്തിൽ വരുന്നത്. ടീച്ചർ ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ട്രെയിനിങ് സ്കൂളിലത്തെ ടീച്ചേഴ്സിന് ഒക്കെ എന്ത് ചെയ്യുക, ട്രെയിനിങ് കൊടുക്കുക. അതേപോലെ വുമൺസ് എഡ്യൂക്കേഷന് സപ്പോർട്ട് ചെയ്യുക. പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ, മെഡിക്കൽ, ലോ ആൻഡ് എൻജിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയ അതിനൊക്കെ എന്ത് ചെയ്യണം, അതൊക്കെ ഒരു വുഡ്സ് ഡിസ്പാച്ചിൻ്റെ റെക്കമെൻഡേഷനിൽ വരുന്നതാണ്. ഇനി മെറിറ്റ്സ് ഓഫ് വുഡ്സ് ഡിസ്പാച്ച്. മെറിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്രിഹെൻസീവ് ഓഫ് എഡ്യൂക്കേഷണൽ സ്കീം, അതായത് അത്രയും ഡീപ്പായിട്ടുള്ള ഒരു സ്കീമാണ് വുഡ്സ് ഡിസ്പാച്ച് എന്ന് പറയുന്നത്. പ്രൊമോട്ടഡ് മാസ് എഡ്യൂക്കേഷൻ, കൂടുതൽ ജനങ്ങളെ എഡ്യൂക്കേഷനിലേക്ക് കൊണ്ടുവരാൻ വുഡ്സ് ഡിസ്പാച്ചിന് സാധിച്ചു. അതേപോലെ ക്രിയേറ്റഡ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് എഡ്യൂക്കേഷൻ, ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എഡ്യൂക്കേഷൻ ക്രിയേറ്റ് ചെയ്തു. എൻകറേജ്ഡ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ എൻകറേജ് ചെയ്തു. ഇൻട്രൊഡ്യൂസ് ടീച്ചർ ട്രെയിനിങ് ആൻഡ് സ്കോളർഷിപ്സ്, അതായത് ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്യുക, അതേപോലെ സ്കോളർഷിപ്പ് എന്നുള്ള കാര്യങ്ങളൊക്കെ ആരംഭിച്ചത് ഈ വുഡ്സ് ഡിസ്പാച്ചിലൂടെയാണ്. ഈ വുഡ്സ് ഡിസ്പാച്ചിന് ഇത്രയും മെറിറ്റ്സ് ഉള്ള പോലെ തന്നെ കുറച്ച് ഡീമെറിറ്റ്സും ഉണ്ട്. അതിൽ വരുന്നതാണ് പ്രൊമോട്ടഡ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ഓവർ ഇന്ത്യൻ ലേണിംഗ്, അതായത് ഇന്ത്യയിൽ വെസ്റ്റേൺ എഡ്യൂക്കേഷനാണ് കൂടുതലായിട്ട് എന്ത് ചെയ്തത്, പ്രൊമോട്ട് ചെയ്തത്. ഇന്ത്യൻ ലാംഗ്വേജിനെക്കാട്ടും ഇന്ത്യൻ എഡ്യൂക്കേഷനെക്കാട്ടും കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്തത് വെസ്റ്റേൺ എഡ്യൂക്കേഷനാണ്. പിന്നെ എഡ്യൂക്കേഷൻ ലിമിറ്റഡ് ടു അപ്പർ ക്ലാസ്സസ്, അതായത് അപ്പർ ക്ലാസ്സസിനാണ് കൂടുതലായിട്ട് എഡ്യൂക്കേഷന് കിട്ടിയത്. പിന്നെ ബയാസ്ഡ് ടുവേർഡ് ക്രിസ്ത്യൻ മിഷനറീസ്, അതായത് ക്രിസ്ത്യൻ മിഷനറീസിനാണ് ഇത് കൂടുതലായിട്ട് ആനുകൂല്യം ഉണ്ടായത്. പ്രൊഡ്യൂസ്ഡ് മെയിൻലി ക്ലർക്സ് ആൻഡ് അക്കൗണ്ടൻസ്, അതായത് ക്ലർക്കുകൾക്കും അക്കൗണ്ടൻസിനൊക്കെ കുറേ ഡെവലപ്മെൻറ്റ് ഇതിലൂടെ ഉണ്ടായി. കൺക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്ക് ദ ബിഗിനിങ് ഓഫ് മോഡേൺ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ, അതായത് ഇന്ത്യയിലെ ആധുനിക വിദ്യാഭ്യാസത്തിന് തുടക്കമിട്ടതാണ് വുഡ്സ് ഡിസ്പാച്ച് എന്ന് പറയുന്നത്. സെർവ്ഡ് ആസ് ദ ബ്ലൂ പ്രിൻ്റ് ഓഫ് ബ്രിട്ടീഷ് എഡ്യൂക്കേഷണൽ പോളിസി, ബ്രിട്ടീഷ് എഡ്യൂക്കേഷണൽ പോളിസിയുടെ ഒരു മാതൃരേഖ, അതായത് ഒരു ബ്ലൂ പ്രിൻ്റാണ് വുഡ്സ് ഡിസ്പാച്ച് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻഫ്ലുവൻസസ് കണ്ടിന്യൂസ് ഇൻ ടുഡേസ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം, ഇന്നും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് ഇത് എന്താ പറയുക, അതിനെ കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇനി മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. ദ എഡ്യൂക്കേഷൻ പോളിസി ഓഫ് 1854 വാസ് ഡിക്ലയർഡ് ബൈ ഓപ്ഷൻ എ മക്കോളൈ, ബി വില്യം ബെൻഡിക്, സി ചാൾസ് വുഡ് ആൻഡ് ഡി ലോർഡ് അലൻബാറ. ആൻസർ ഈസ് സി ചാൾസ് വുഡ്. Second question, in Wood's dispatch the medium of secondary and higher education was A. Sanskrit, B. English, C. Hindi and D. Persian. Answer is B. English. Third question, the main recommendations of Wood's dispatch of 1854 was establishment of graded institutions, B. grant in aid system, establishment of education departments, D. all of the above. ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി ആണ്, all of the above. According to Wood's dispatch, the medium of instruction should be option A only Sanskrit, B only English, C only vernaculars, D English and vernaculars. Answer D English and vernaculars. Fifth question, Wood's dispatch contain
Option A, 102 paragraphs, 100 paragraphs, 110 paragraphs, 106 paragraphs. Answer B, 100 paragraphs. Wood's dispatch recommend the development of vernacular, development of English, C, development of science, art, philosophy, D, all of the above. Answer is D, all of the above. ഇനി ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻ ആണ്. ഗ്രാൻഡ് ഇൻ എയ്ഡ് സിസ്റ്റം വാസ് നോട്ട് റെക്കമെൻഡഡ് ബൈ വുഡ്സ് ഡിസ്പാച്ച്. Grant in aid system was not recommended by Wood's dispatch. It is a false. And 8th question, graded school were recommended in the dispatch. Is true. The question, assertion, the Wood's dispatch continued to follow the downward filtration theory. Reason എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it believed that educating the upper class would eventually educate the lower class. Option A is false but R is true. B, A is true but R is false. C, both A and R are true. D, both A and R are false. Answer is A. A is false but R is true. The dispatch rejected the downward filtration theory and supported mass education. The last question, assertion, Wood's dispatch recommended teacher training for improving the quality of education. Reason എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the British authorities realized that qualified and trained teachers were essential for successful implementation of education system. Option A is true but R is false. B, A is false but R is true. C, both A and R are true. D, both A and R are false. Answer is C, both A and R are true, and R is the correct explanation of A. Okay, thank you.